നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2026 മെയ് മാസം 26-ാം തീയതി. മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണം ഒരുമിച്ച് തുടങ്ങുകയാണ്. ഇന്ന് എപ്പോഴായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക, ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക, അതിൻ്റെ ലിസ്റ്റ് എങ്ങനെ നോക്കാം, പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാസം 1000 രൂപയായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് 2 മാസത്തെ പെൻഷനാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ 2 മാസത്തെ പെൻഷനാണ്. ഏപ്രിൽ മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തിലെ പെൻഷനും കൂടെ 2000 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇന്ന് തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ വിശദീകരണവും ഔദ്യോഗികമായ തുടക്കമുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, 2 ദിവസം കഴിഞ്ഞാൽ ഇനി പെരുന്നാൾ അവധിയാണ്. ആ പെരുന്നാൾ അവധിക്ക് മുമ്പ് തന്നെ പണം നേരിട്ട് അക്കൗണ്ടുകളിൽ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളിലും കറക്റ്റായി പെൻഷൻ ലഭിച്ച ആളുകൾക്കായിരിക്കും പെൻഷൻ ലഭിക്കുക. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ പണം ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിയ ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിക്കോട്ടെ, വിധവാ പെൻഷൻ ആയിക്കോട്ടെ, വാർദ്ധക്യ പെൻഷൻ ആയിക്കോട്ടെ, കാർഷിക പെൻഷൻ ആയിക്കോട്ടെ, അങ്ങനെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. എപ്പോഴാണ് നമ്മൾ മസ്റ്ററിങ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നിതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ നമുക്ക് സേവന പെൻഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ തിരച്ചിൽ പോർട്ടൽ കാണും. അവിടെ നമ്മുടെ പെൻഷൻ ഐഡിയോ അതല്ലെങ്കിൽ ആധാർ നമ്പറോ അതുമല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് നമ്പറോ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആൾക്ക് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ലിങ്ക് അയച്ചു തരാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് സത്യാമൂല്യം നൽകേണ്ടത് എപ്പോഴാണ്, മസ്റ്ററിങ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നിവയടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. മറ്റൊരാളുടെ ആവശ്യമില്ലാത്ത നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പെൻഷനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു പെൻഷനായിട്ട് മാത്രം പറയുന്നില്ല, എല്ലാ തരത്തിലുള്ള പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പെൻഷൻ ഇന്ന് വൈകുന്നേരത്തോട് കൂടി തന്നെ, ഇന്ന് 6 മണിക്ക് മുമ്പായി തന്നെ അക്കൗണ്ടിൽ വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.